ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തത് എൻ്റെ ഓഫീസിലെ കോൺവക്കേഷൻ ഡേ ആണ് കേട്ടോ. അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് IPSS ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. സോ അപ്പം ഞങ്ങളുടെ ട്രിവാൻഡ്രം, കൊല്ലം, ആറ്റിങ്ങൽ 3 ബ്രാഞ്ചസിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കോൺവക്കേഷൻ ഡേ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ. ഇതിന് നമുക്ക് മെയിൻ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ USDയിലെ സാറായിരുന്നു കേട്ടോ, അല്ലെ ചെയർമാനായിരുന്നു നമുക്ക് മെയിൻ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എനിക്ക് ഈ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കോൺവക്കേഷൻ, ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും എന്തുവാ നമുക്കങ്ങനെ കോൺവക്കേഷൻ പോലെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കോൺവക്കേഷൻ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. സോ അപ്പം അതിൻ്റേതായ ഭയങ്കര ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻചാർജ് കാര്യങ്ങളൊക്കെ എനിക്കായിരുന്നു മാം തന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് പക്ക ക്ലിയർ ആയിട്ട് ഞാൻ മാത്രം അല്ലായിരുന്നു ഇൻചാർജിൽ. ബാക്കി ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊളീഗ്സ് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റാഫ്സ് കാര്യങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ടോടെ തന്നെ ഈ ഒരു പ്രോഗ്രാം നല്ല രീതിക്ക് ഗ്രാൻഡ് കോൺവക്കേഷനായിട്ട് നല്ല രീതിയിൽ തന്നെ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് MC ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്ന സത്യയാണ് കേട്ടോ. സത്യഞ്ജൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഞങ്ങളെല്ലാവരും സത്യ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പ്രയർ സോങ് ആതിര ചേച്ചിയായിരുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു കോൺവക്കേഷനിൽ നമുക്ക് നമ്മുടെ ഹെഡ് ഓഫീസിൽ ഞങ്ങളുടെ ജനറൽ മാനേജർ, ഞങ്ങളുടെ HR, പിന്നെ 3 ബ്രാഞ്ചസിലെയും കുട്ടികൾ, എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസും ഭയങ്കര രീതിക്ക് ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അവർ ചില കുട്ടികൾ അവരുടെ പാരൻസുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ പാരൻസിനൊക്കെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പാരൻസ് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അവർക്ക് കിട്ടാത്ത ആ ഒരു ഡ്രീം, അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് അവരുടെ മക്കളിലൂടെ നേടിയെടുത്തു എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ് കേട്ടോ ഇത് ഉണ്ടായിരുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് IPSS ഗ്ലോബൽ എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടും. സോ ഇതെന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, AI, IT റിലേറ്റ് ചെയ്തിട്ടുള്ള, പൈത്തൺ റിലേറ്റ് ചെയ്തിട്ടുള്ള AI, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, അതുപോലെ തന്നെ ഓട്ടോമേഷൻ ഫീൽഡിൽ വന്നിട്ട് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, അതുപോലെ എംബഡഡ് റിലേറ്റ് ചെയ്തിട്ട് എംബഡഡ് വിത്ത് IoT, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഞങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് പ്ലേസ്മെൻറ്റ്സും ആണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വന്നേക്കുന്നതിൽ ഒരു പകുതി പേരും പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസുമാണ് വന്നേക്കുന്നത്. പകുതി പേര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് നിൽക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു 80%, ഓൾമോസ്റ്റ് ഒരു 80% സ്റ്റുഡൻസും കോഴ്സ് കംപ്ലീറ്റായി ജോബിൽ നിന്ന് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. അവർ വന്നിട്ട് മാം ഞങ്ങൾ ഇതുപോലെ വർക്ക് ചെയ്യുവാണ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സ്റ്റുഡൻസിൻ്റെ ഷെയറും, അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് തന്ന ഒരു കോൺവക്കേഷൻ ഡേ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഓൾ ടീം എന്ന് പറയുന്നത്. മീൻസ് IPSSൻ്റെ 3 ബ്രാഞ്ചസ് ഉള്ളിയാണ് കേട്ടോ. ട്രിവാൻഡ്രം, കൊല്ലം, ആറ്റിങ്ങൽ 3 ബ്രാഞ്ചസ് മാത്രമാണ് ഈ ഒരു കോൺവക്കേഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഓരോ റീജിയൻ വൈസ് അവർ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. സോ ഇത് സംസാരിക്കുന്ന നമ്മുടെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജറാണ് കേട്ടോ, നമ്മുടെ ജാസ്മിൻ മാം. എല്ലാവർക്കും വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെയും സപ്പോർട്ടെന്ന് പറയുന്നത്, ഈ ഒരു വോട്ട് ഓഫ് താങ്ക്സ് എടുത്ത് പറയാനുള്ള കാരണം എല്ലാവർക്കും മാം നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. MC ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് മുതൽ ഇതിൻ്റെ ബാക്കി പ്രവർത്തിച്ചവർ, നമ്മളെല്ലാവരും ഓരോ പ്രോഗ്രാം നടത്തുമ്പോൾ അതിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ടേഴ്സിന് നമ്മൾ ഇത് പറയാറില്ല, നന്ദി പറയാറില്ല ഇല്ലേ. സോ അപ്പോൾ പക്ഷേ ഈ ഒരു പ്രോഗ്രാം അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടും എല്ലാവർക്കും ഒരു ഭയങ്കര പറയേണ്ടതെന്ന് അറിയില്ല, അത്രമാത്രം ഭയങ്കര രീതിക്കുള്ള ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത സമയത്ത് സ്റ്റാഫ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നത് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു മാം എന്നുള്ള രീതിക്കായിരുന്നു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എനിക്ക് നല്ല രീതിക്ക് ഈ ഒരു കോൺവക്കേഷൻ ഡേ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു.
സോ ഇതായിരുന്നു നമ്മുടെ ട്രിവാൻഡ്രത്തെ സ്റ്റുഡൻസ് ആയിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർ വന്നിട്ട് ജസ്റ്റ് ഹായ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരുന്നു. സോ നല്ല രീതിക്ക് എൻജോയ്മെൻറ്റ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. എപ്പോക് ഗ്രാൻഡ് കോൺവക്കേഷൻ ഡേ 2025 വീഡിയോ ആണ്. ഞാനിപ്പോൾ 2026 ഫസ്റ്റ് മന്ത് ഇടുന്നതാണ്. സോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടേക്ക് കെയർ, ബൈ.